നമസ്കാരം. പാലക്കാട്ടെ വോട്ടെല്ലാം പെട്ടിയിലായി. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ 75% എത്തില്ല. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. മൂന്ന് മുന്നണികളും ഉറച്ച വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രാത്രിയിലും. പാലക്കാട് കാത്തുവച്ചിരിക്കുന്നത് എന്താണ്? പാലക്കാട് ശരിക്കും നടന്നതൊരു ത്രില്ലറാണ്. ആ ത്രില്ലറിൽ അവസാനമായി സംഭവിക്കുന്നത് എന്താണ് എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 1,36,323 വോട്ടുകളാണ് പോൾ ചെയ്തിരിക്കുന്നത്. മാധു സജി പാലക്കാട് നിന്ന്. മാധു, കഴിഞ്ഞ തവണ 2021 1,42,104 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ലഭ്യമായ കണക്കനുസരിച്ച് ഇപ്പോൾ 1,36,323 വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3,000-4,000 വോട്ട് കൂടി കൂടിയേക്കാം. കാരണം കുറച്ച് ബൂത്തുകളിലെ കൂടി അന്തിമ കണക്ക് വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ശതമാനക്കണക്കിൽ 2-3% കുറവായിരിക്കും കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് എന്നുള്ളത് വ്യക്തമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉദ്ദേശിച്ചതുപോലെ പോളിംഗ് ശതമാനമുണ്ട്. പക്ഷേ പിരായി പഞ്ചായത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു ഡിക്ലൈൻ കാണിക്കുന്നുണ്ട്. എന്താണ് ഇതിന് നൽകുന്ന വിശദീകരണം മുന്നണികൾ? ഇപ്പോഴത്തെ നിലയിൽ ഈ പോളിംഗ് ശതമാനത്തെ എങ്ങനെ വിലയിരുത്താം? പാലക്കാട് അതിന്റെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട്ടെ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രമോ തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങളോ വോട്ടിംഗ് പാറ്റേണോ ശതമാനമോ വെച്ച് ഇത്തവണത്തെ ഒരു തരത്തിലും നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യം പാലക്കാടിനെ ബാധിച്ചിട്ടേ ഇല്ല. ശരിയാണ്, 2-3% പോളിംഗ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കുറയുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമേ അല്ല. പാലക്കാടിനെ മണ്ണും മനസ്സും ഇളക്കി മറിച്ച പ്രചാരണ കാലയളവിന് ശേഷമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. മുന്നണികൾ അവസാനപ്പെട്ട കണക്കുകൂട്ടലിലാണ്. BJP പറയുന്നത് അവർ വിജയിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ തൊട്ട് മുൻപാണ് ഇവിടുന്ന് കൃഷ്ണകുമാറിനെ കണ്ടത്. കൃഷ്ണകുമാർ ഇവിടെ മൂത്താന്തറയിലേക്ക് പോളിംഗ് കഴിഞ്ഞ ഉടനെ എത്തുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് BJPയുടെ കോട്ടകളിലൊന്നും ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേ ആത്മവിശ്വാസം അതേ തോതിൽ തന്നെ പ്രസരിപ്പിക്കുന്നുണ്ട് UDF ക്യാമ്പും എന്ന് പറയുന്നത്. 10,000 മുതൽ 15,000 വരെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ വിജയിക്കും എന്നുള്ളതാണ് UDF ക്യാമ്പ് പറയുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് LDFന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. P. സരിന്റെ വ്യക്തിപ്രഭാവം, അതിനോടൊപ്പം തന്നെ സംഘടനാ സംവിധാനം, പാർട്ടിയുടെ സംഘടനാ സംവിധാനം, ഇത് രണ്ടും ചേർന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും പാലക്കാട് എന്നുള്ളതാണ് LDF പറയുകയും ചെയ്യുന്നത്. അവസാനപ്പെട്ട കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് മുന്നണികളെല്ലാം പാലക്കാടിന്റെ ഇതുവരെയുള്ള ചരിത്രത്തെ, ഇതുവരെയുള്ള വോട്ടിംഗ് ശതമാനത്തെയോ രീതിയോ അല്ല തങ്ങളുടെ, അതായത് മൂന്ന് മുന്നണികളും ഒരേപോലെ മാറ്റുരച്ച് ഒരേപോലെ മത്സരിച്ച് പണിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. അതേ മൂന്ന് മുന്നണികളും ഒരേപോലെ പണിയെടുത്തു എന്ന് പറയുമ്പോൾ 2016 77.25% പോളിംഗ്, 2021 75.44% പോളിംഗ്. ഇത്തവണ 72%, കൂടിപ്പോയാൽ 73 അന്തിമ കണക്ക് വരുമ്പോൾ. അതിനപ്പുറത്തേക്ക് എന്തായാലും പോകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ 72-നും 73-നും ഇടയിലാകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇത്ര വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടും പോളിംഗ് 75-ലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കൗതുകകരമാണോ? ഒപ്പം മൂന്ന് മുന്നണി നേതാക്കളുമായും സംസാരിച്ചു കാണുമല്ലോ. അവരൊക്കെ ഉദ്ദേശിച്ച വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണോ, അതോ എവിടെയോ പാളിപ്പോയി എന്ന ആശങ്ക ആർക്കെങ്കിലും ഉണ്ടോ? പോളിംഗ് ശതമാനം കുറയുകയാണ് എങ്കിൽ അതിന് കാരണമായി ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂടുമാറ്റങ്ങളാണ്. നമുക്കറിയാവുന്നതാണ്, ഉറച്ച പാർട്ടി വോട്ടുകൾ, അത് കോൺഗ്രസിൻ്റെതാണെങ്കിലും BJPയുടേതാണെങ്കിലും CPMൻ്റെതാണെങ്കിലും, അവിടെ ഏതെങ്കിലും തരത്തിൽ അവനവൻ്റെ പാർട്ടിക്ക് ചെയ്യാതെ ഇരിക്കാൻ കഴിയില്ല, മറ്റൊരു പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് വോട്ടേ രേഖപ്പെടുത്താത്ത ഒരു രീതി അവലംബിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. CPMൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ P. സരിൻ വരുമ്പോൾ P. സരിന് വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ലാത്ത CPMൻ്റെ അണികൾ വോട്ട് ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ പാലക്കാട്ട് ഈ പറയുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട്, സ്ഥാനാർത്ഥിയോടുള്ള വിമുഖത കൊണ്ട്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിമുഖത കൊണ്ട് വോട്ട് ചെയ്യാതിരുന്ന കോൺഗ്രസ്സുകാരുണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്നുള്ളത്, ഇതൊക്കെയാണ് ആകെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കുറവ് രേഖപ്പെടുത്താനുള്ള കാരണം എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. പക്ഷേ ഇതൊന്നും ഈ ഘട്ടത്തിൽ മുന്നണികൾ അങ്ങനെ പറയാൻ തയ്യാറല്ല. തങ്ങളുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിരാളികളെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് റിസൾട്ട് വരെ നീളുന്നതാണ്. അത് കഴിയുമ്പോൾ എങ്ങനെയാണോ പാലക്കാട് വിധി എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള പുതിയ വിലയിരുത്തലുകൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ്. എന്നാലും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ശക്തമായ വാശിയും വീറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും നാട്ടിലേക്ക് എത്തുക, ദൂരെ നിന്ന് പഠിക്കുന്ന കുട്ടികൾ നാട്ടിലേക്ക് എത്തുക, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങൾ അത്ര പ്രാവർത്തികമല്ല എന്നതുകൊണ്ട് കുറഞ്ഞ ഒരു വോട്ട് ശതമാനം എന്നുള്ള രീതിയിലാണ് നിലവിൽ എല്ലാവരും അനുമാനിക്കുന്നത്.
തീർച്ചയായും എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയാൻ നമ്മൾ 23-ാം തീയതി വരെ കാത്തിരിക്കണം. ഇതുവരെയുള്ള കണക്കനുസരിച്ച് പോളിംഗ് 70% കടന്നിട്ടുണ്ട്. ഇപ്പോഴും ചില ബൂത്തുകളിലെ പോളിംഗിന്റെ അന്തിമ കണക്ക് വരാൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ കറക്ഷൻ ഉണ്ടാവും. കുറച്ചുകൂടി പോളിംഗ് അധികരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പക്ഷേ കഴിഞ്ഞ തവണ പോൾ ചെയ്ത 75.44% എത്താനുള്ള സാധ്യത കുറവാണ്. 1,42,104 വോട്ടുകളാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്തത്. ഇതുവരെ 1,36,000 പരം വോട്ടുകൾ പോൾ ചെയ്തതായി ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കുറച്ചുകൂടി വർദ്ധിക്കും. പക്ഷേ കഴിഞ്ഞ തവണ പോൾ ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് വോട്ടുകളെക്കാൾ കൂടുതൽ പോൾ ഇത്തവണ ഉണ്ടാവുമെന്ന് പറയുക സാധ്യമല്ല. ഒപ്പം മേഖല തിരിച്ച് എങ്ങനെ ഇതിന്റെ കണക്കുകൾ വരും എന്നുള്ളതും കാത്തിരിക്കാം. നമ്മളൊപ്പം ഈ ചർച്ചയിൽ ശ്രീ വി രാജേഷ് BJP, ശ്രീ നിതിൻ കണിച്ചേരി CPM, ശ്രീ റോജി M ജോൺ കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ വി രാജേഷ്, പോളിംഗിന്റെ കണക്കുകൾ വന്നിട്ടുണ്ട്. ബൂത്തുകളിൽ നിന്ന് പൂർണ്ണമായ കണക്കുകൾ ലഭ്യമാവാനുള്ള സമയം ആയിട്ടില്ല എങ്കിലും നിങ്ങൾക്കൊരു ട്രെൻഡ് എന്നുള്ളത് വ്യക്തമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ BJP പ്രസിഡന്റ് വടക്കുംനാഥന് ശേഷം വിശാലാക്ഷി സമേത വിശ്വനാഥനും ഞങ്ങൾക്കൊപ്പം എന്ന് പറയുന്നു. UDF 3-ാം സ്ഥാനത്ത് എന്ന് പറയുന്നു. അതൊരു ആലങ്കാരികമായി പ്രവർത്തകരെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാണോ അതോ അതിൽ വസ്തുതയുണ്ടോ? അല്ല, പ്രവർത്തകരെ പോളിംഗ് കഴിഞ്ഞിട്ട് അമിത ആവേശം കയറ്റിയിട്ട് കാര്യമില്ലല്ലോ. കെ സുരേന്ദ്രനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിന് അക്കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പക്ഷേ അഭിലാഷ്, 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ, 5 അക്ക ഭൂരിപക്ഷം, അന്ന് കൃഷ്ണകുമാർ അവസാനം പറഞ്ഞതുപോലെ 5 അക്ക ഭൂരിപക്ഷത്തിൽ BJP ജയിക്കും. കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പാലക്കാട് കണ്ട ഒരു പ്രത്യേകത, കഴിഞ്ഞ തവണ കുറച്ച് വോട്ടുകൾ BJPക്ക് ലഭിക്കാമായിരുന്ന ചില വോട്ടുകൾ ചില പോക്കറ്റുകളിൽ നിന്നും പോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ സരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിലെ കുറച്ച് വോട്ട് ഷാഫിക്ക് പോയിട്ടതുകൊണ്ടാണ് ഷാഫി ജയിച്ചത്. അത് തൃത്താലയിൽ MP രാജേഷ് ചെയ്തതുമായിട്ട് നോക്കുമ്പോൾ തൃത്താലയിൽ MP രാജേഷിനെ ഷാഫി സഹായിക്കുന്നു, പാലക്കാട് MP രാജേഷിനെ ഷാഫിയെ സഹായിക്കുന്നു. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെ പേരിലാണ് നടന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് CPM പ്ലാൻ ചെയ്ത് അത്തരത്തിൽ ഒരു വോട്ട് UDFന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. പൂർണ്ണമായിട്ടും കൊടുക്കാനുണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചാണെങ്കിൽ. കാരണം ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റിൽ നിരന്തരം UDFന് വോട്ട് ചെയ്ത് ഇടതുപക്ഷം രാഷ്ട്രീയമായി അപ്രസക്തമായി. അതുപോലെ പാലക്കാട് 2-3 തവണ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി UDFന് വോട്ട് ചെയ്ത് പാലക്കാട് CPMൻ്റെ രാഷ്ട്രീയം ഏകദേശം അവസാനിച്ച മട്ടാണ്. ഇനി അത് കൃഷ്ണദാസാണ് ആദ്യം 3-ാം സ്ഥാനത്ത്. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ CPM അവരുടെ വോട്ട് സംരക്ഷിച്ചേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ ചിഹ്നം പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM അത്തരത്തിലുള്ള കടുങ്ക ഇപ്പോൾ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി അഥവാ അവർ ചെയ്താലും ഒരു 5,000 വോട്ട് അവർ അപ്പുറത്ത് കൊടുത്താൽ പോലും അതിനെ കടക്കുവാനുള്ള ആത്മവിശ്വാസവും പ്രവർത്തനവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പല ഘടകങ്ങൾ കൊണ്ടും പിന്നെ ഇപ്പോൾ പിരായരി പഞ്ചായത്തിൽ കുറച്ച് പോളിംഗ് കുറവായത് എന്നുള്ളതല്ല ഞങ്ങളുടെ ആത്മവിശ്വാസം. പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് മുൻപത്തേക്കാൾ വലിയ വർധനയുണ്ടാകും. മുനിസിപ്പൽ പ്രദേശത്ത് ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കൃഷ്ണകുമാർ അവിടുത്തെ പ്രാദേശിക ജനത വളർത്തിയ ഒരു നേതാവാണ് എന്നുള്ള ഞങ്ങളുടെ പ്രചരണം വളരെ ശക്തമായിട്ട് അവിടെ ജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെ വിഷയങ്ങൾ സ്വാധീനിച്ചു എന്നതിലേക്ക് വരാം. ശ്രീ റോജി M ജോൺ, കോൺഗ്രസിനെ സംബന്ധിച്ചതൊരു പ്രസ്റ്റീജ് ബാറ്റിലാണ്. കാരണം ഒരു പരാജയം സംഭവിച്ചാൽ കുറേ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. കാരണം BJPയുമായി ഡയറക്റ്റ് ഫൈറ്റിൽ 1-ാം സ്ഥാനത്ത് വന്ന പാലക്കാടിനെ വിട്ട് എന്തിന് ഷാഫിയെ വടകരയിലേക്ക് അയച്ചു എന്നത് തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം തൊട്ട് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വരെ മുഴുവൻ വിഷയങ്ങളും ചോദ്യചിഹ്നത്തിലാകും തോൽവി ഉണ്ടായാൽ. പക്ഷേ വിജയിച്ചാൽ സ്വാഭാവികമായി ഇതൊക്കെ ശരിവെക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്നത്തെ വോട്ടിംഗ് പാറ്റേൺ കണക്കിലെടുക്കുമ്പോൾ BJP ബൂത്തുകളിൽ നല്ല വോട്ടിംഗ് ഉണ്ടാവുകയും പിരായിരി പോലെയുള്ള ഇടങ്ങളിൽ വോട്ടിംഗ് കുറയുകയും ചെയ്തു എന്ന ഒരു നിലയിൽ നിങ്ങൾക്കൊരു ആശങ്കയുണ്ടോ? അഭിലാഷ്, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു ആശങ്കകളുമില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു 3-4% വോട്ടിംഗ് കുറയുക പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എന്നുള്ളത് ഒരു വലിയ ഒരു ഘടകമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അത് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഏത് ഉപതെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാലും, ഇപ്പോൾ വയനാട്ടിലായാലും പാലക്കാടായാലും മറ്റ് നമ്മൾ പൊതുവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണത്. ഒരു ചെറിയ ഒരു വ്യത്യാസം പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. സാധാരണ ഉണ്ടാവുന്ന ഒരു കുറവിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അത്തരം ഒരു കുറവ് പാലക്കാട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അന്തിമമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരാനായിട്ടേ ഉള്ളൂ. പിന്നെ എന്തായാലും വോട്ടുകളെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഇരുന്ന് എത്ര ചർച്ച ചെയ്താലും അതിനകത്തുള്ള ഒന്നും കൂടത്തുമില്ല, അതിനകത്തുള്ള ഒന്നും കുറയത്തുമില്ല. നമുക്ക് പല ഘടകങ്ങളെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല വിഷയങ്ങളും അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിൽ 4 അക്കത്തിലും
പാലക്കാട് 5 അക്കത്തിലും അതുപോലെ തന്നെ വയനാട്ടിൽ 6 അക്കത്തിലും ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അല്ല റോജി, അത് ഈ ക്യാമ്പയിൻ കാലത്ത് പറഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോ വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം നമുക്ക് അവകാശവാദങ്ങളിൽ അഭിരമിക്കുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷെ പാലക്കാട് നോക്കൂ, ഇപ്പോൾ 5 അക്കം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 3850 വോട്ടുകൾക്ക് വളരെ ശക്തമായ മത്സരത്തിൽ നിങ്ങൾ 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള മണ്ഡലമാണ്. വളരെ വളരെ തിന്നാണ് ആ ലീഡ് എന്നുള്ളത് മാത്രമല്ല, വളരെ ശക്തമായ ത്രികോണ മത്സരം ഇത്തവണ നടക്കുകയും ചെയ്തു. CPM അവരുടെ വോട്ടുകൾ പോവാതിരിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്, അവരുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിരിക്കെ വളരെ വളരെ ടൈറ്റായ മത്സരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വിധിയെ നിർണ്ണയിക്കാമെന്നിരിക്കെ ഈ 5 അക്കത്തിന്റെ അവകാശവാദത്തിൽ കഴമ്പുണ്ടാകുമോ ഇനി? ഞങ്ങൾ 5 അക്കത്തിന്റെ അവകാശവാദം ഞങ്ങൾ വെറുതെ പറഞ്ഞല്ലോ. ഞങ്ങളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാനതല്ലേ പറഞ്ഞത്. ഞങ്ങൾ പെട്ടിയിലായതിനു ശേഷം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വീരവാദം മുഴക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അവിടെ അതിനെ സ്വാധീനിക്കാനൊന്നുമില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആളുകൾ പലതും പല അവകാശവാദങ്ങളും ഉന്നയിക്കും. ഞങ്ങൾ അത് ഞങ്ങളുടെ കണക്കുകൂട്ടലുകളുടെയും വിലയിരുത്തലുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളത് തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇനിയിപ്പോൾ പെട്ടികയിലായതിനു ശേഷം ഞാനത് മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് 23-ാം തീയതി വരെ കാത്തിരിക്കാം. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ആശങ്ക ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇവിടെ ഒരു കാര്യം എന്തായാലും ശ്രീ വി രാജേഷ് സമ്മതിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും അവരത് സമ്മതിച്ചുവല്ലോ. അതായത് CPM വോട്ടുകളൊക്കെ CPMന്റെ പെട്ടിയിൽ വീണു അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ, അതായത് ഇവർ തമ്മിലുള്ള ഒരു ധാരണയെ സംബന്ധിച്ച് ഏതാണ്ട് ഇപ്പോൾ ഒരു വ്യക്തത വരുന്നുണ്ട് അക്കാര്യത്തിൽ. അതാണ് ഒരു പരോക്ഷമായിട്ട് രാജേഷ് സംബന്ധിച്ചതെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അവർ തമ്മിലുള്ള ഇക്വേഷൻ ഇത്ര കൃത്യമായിട്ട് ഒരു BJPയുടെ പ്രതിനിധി വന്നിരുന്ന് പറയുമ്പോൾ എത്രയധികം തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നു. ഒരു സംശയന്യായമായിട്ട് തോന്നിപ്പോവുകയാണ്. എന്തായാലും ഞങ്ങൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് പല ഘടകങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഞങ്ങൾ ഷാഫി പറമ്പിലിനെ വടകരയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നു. അന്ന് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ അഭിലാഷ് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഞങ്ങൾ BJPയുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാജയത്തിനുള്ള സാധ്യതകളുണ്ടോ? കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, രാഷ്ട്രീയമായിട്ട് നമുക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് മുന്നോട്ട് വരും കാലങ്ങളിൽ സാധ്യത ഉണ്ടാക്കാവുന്ന ഒന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും അവിടുത്തെ റിസൾട്ട് എന്നതിനെ സംബന്ധിച്ച് വടകരയിൽ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ എടുത്ത ഒരു തീരുമാനമൊന്നുമല്ലാതെ അന്നത്തെ ഞങ്ങളുടെ ആലോചന, അന്നത്തെ കണക്കുകൂട്ടലുകളും തന്നെയാണ് ഞങ്ങളിപ്പോഴും ആ കണക്കുകൂട്ടലിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ കണ്ട ഒരു കാര്യം, ഇനി ഒരു കാര്യം അത് വളരെ വ്യക്തമാണ്. അതായത് BJPയുമായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഈ ശ്രീധരനല്ല ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. ഈ ശ്രീധരനും കൃഷ്ണകുമാറിനെയും തമ്മിൽ ഒരു തരത്തിലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അതായത് ഈ ശ്രീധരന് പാലക്കാട് കിട്ടിയ ഒരു പിന്തുണ എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ശ്രീ വി രാജേഷ്, ഈ ശ്രീധരൻ BJPക്ക് പുറത്തുള്ള വോട്ടുകൾ സമാഹരിക്കാൻ പ്രാപ്തനായിട്ടുള്ള ആളാണ്. 50,220 വോട്ടുകൾ, അതായത് BJPയുടെ ബെസ്റ്റ് എവർ സംഖ്യയാണത്. 35.34% വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് BJPക്ക് സമാഹരിക്കാൻ കഴിയുന്നതിനോ അപ്പുറത്ത് ഈ ശ്രീധരന്റെ കരിസ്മയ്ക്ക് കിട്ടിയ വോട്ട് കൂടിയാണ്. ഒരു 5,000-6,000 വോട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 10,000 വോട്ട് ആ രീതിയിൽ വകവെച്ചാൽ ശ്രീകൃഷ്ണകുമാർ സാധാരണ BJP നേതാവ് എന്ന അതിനെ ഒരു സെക്കൻഡ് ഞാൻ അങ്ങിലേക്ക് വരാം. അപ്പൊ നമ്മൾ അതിനെ മൈനസ് ചെയ്താൽ ശ്രീ വി രാജേഷ് എങ്ങനെയാണ് ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിയുക? നിങ്ങളെ സംബന്ധിച്ച് 2016-ലെയും 2011-ലെയൊക്കെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടാവുന്ന ഒരു മേൽക്കൈക്ക് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജിന് തക്കതായ ഒരു രാഷ്ട്രീയ അടിത്തറ അവിടെ ഉണ്ടോ? അഭിലാഷ്, ശ്രീധരൻ സാറിന് ചെയ്ത ഒരു വോട്ട് പോലും കൃഷ്ണകുമാറിന് കുറയുകയില്ല. ആ താമര അടയാളത്തിൽ വോട്ട് ചെയ്യാൻ മനസ്സുള്ളവരാണ്, അല്ലെങ്കിൽ മടിയില്ലാത്തവരാണ് ആ വോട്ട് ചെയ്തത്. ശ്രീധരൻ സാർ തന്നെയാണ് അവിടുത്തെ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹവും കൃഷ്ണകുമാറും BJPയും തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന IT പാർക്ക് ഉൾപ്പെടെയുള്ളവ ശ്രീധരൻ സാറിൻ്റെ ഉൾപ്പെടെ മേൽനോട്ടത്തിൽ അത് ജനങ്ങൾക്ക് കൃത്യമായി ഞങ്ങളവിടെ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനി ശ്രീധരൻ സാറിന് ചെയ്യാത്ത വോട്ടുകൾ പോലും, അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് മുഴുവനും കിട്ടുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ലഭിക്കാത്ത വോട്ടുകൾ ശേഖരിക്കാൻ ശേഷിയുള്ള ആളാണ് കൃഷ്ണകുമാർ. കാരണം കൃഷ്ണകുമാർ അവിടെ നഴ്സറി സ്കൂൾ മുതൽ പഠിച്ച് കൃഷ്ണകുമാറിൻ്റെ ഇത്രയും കാലത്തുള്ള പ്രവർത്തനത്തിലൂടെ BJPയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ നിന്ന് പോലും ജയിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണകുമാർ.
അദ്ദേഹം ജയിച്ചതിന് ശേഷം 5 വർഷവും അവരുടെ ഇടയിൽ ജീവിച്ച് അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അതൊക്കെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജഗോപാലിന് ലഭിക്കുന്നത് പോലെ പുറത്തു നിന്നുള്ള വോട്ട് ശേഖരിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ്. ഇതിലൊക്കെ ഞാൻ എൻ്റെ ആദ്യഘട്ടത്തിൽ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പിരായരി ഉൾപ്പെടെ ഉള്ളിടത്ത് പോളിംഗ് കുറച്ച് കുറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനങ്ങളെ CPM പത്രപരസ്യം കൊടുത്തും അതോടൊപ്പം തന്നെ UDFൻ്റെ ഒരു അമിതമായിട്ടുള്ള ഇടപെടലും കൂടി കൊണ്ട് വോട്ട് ബാങ്കായിട്ട് ഞങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ചിന്ത മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയിൽ വളരെ നന്നായിട്ട് ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിൽ, എല്ലാവരുടെ ഇടയിലും ഞാൻ പറയുന്നില്ല, ഉണ്ടായിട്ടുണ്ട്. അത് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പോലും അവരെ മടുപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കില്ല. ഇതിപ്പോ ശ്രീ രാജേഷ്, ഇപ്പോ പിരായിരിയിൽ ശതമാനം കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആരാണ് വോട്ട് ചെയ്യാത്തതെന്ന് നമുക്കിപ്പോ വിട്ടിരുന്ന് പറയാൻ കഴിയുമോ? ഇപ്പോ 2 വശത്തു നിന്നും ആകാം. ഇപ്പോൾ UDFന്റെ വോട്ട്, പിരായിരിയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവിടെ കൂടുതലുള്ള അല്ലെങ്കിൽ അവിടെ ഭൂരിപക്ഷമുള്ള UDFന്റെ തന്നെ വോട്ട് കുറയണമെന്നില്ലല്ലോ. അവിടെ 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട് അഭിലാഷേ. ഞാൻ പറഞ്ഞ ഈ ഒരു വിഭാഗം ജനങ്ങളെ വോട്ട് ബാങ്കായിട്ട് മാത്രം 2 മുന്നണികളും ഉപയോഗിക്കുന്നുള്ളൊരു ഫീൽ അവിടെ വന്നിട്ടുണ്ട് പാലക്കാട്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യമുണ്ട്. അപകടകരമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് UDF രാഷ്ട്രീയം പോകുന്നത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ. ഞാൻ ഇതുവരെ ഒരു ചർച്ചയിലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള UDF നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള UDFൻ്റെ നേതാവ് VD സതീശനാണെങ്കിൽ പാലക്കാടിനപ്പുറം VD സതീശന് അവകാശപ്പെടാൻ സാധിക്കില്ല. അവിടെ മുതൽ കാസർഗോഡ് വരെ UDF എന്ന് പറയുന്നത് നയിക്കുന്നത് മുസ്ലിം ലീഗാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്, അവരോടൊപ്പമുള്ള MLA മാർ. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. മറ്റൊന്നുകൂടി ഞങ്ങൾ കണ്ടെത്തിയത്, അത് ഞാൻ കഴിഞ്ഞ ദിവസം അവസാനം കൊട്ടിക്കലാശത്തിൻ്റെ തലേദിവസം റിപ്പോർട്ടർ ചാനൽ പാലക്കാട് തന്നെ പറഞ്ഞിരുന്നു, BJP പ്രിൻസിപ്പൽ ഒപ്പോണൻ്റ് ആകുന്ന സ്ഥലങ്ങളിൽ, അത് പാലക്കാട് മാത്രമല്ല കേരളത്തിൽ എവിടെയായാലും, പഞ്ചായത്തിലാവട്ടെ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആവട്ടെ, അസംബ്ലി ആവട്ടെ, പാർലമെൻ്റ് ആവട്ടെ, BJP പ്രിൻസിപ്പൽ ഒപ്പോണൻ്റ് ആകുന്ന സ്ഥലങ്ങളിൽ ലീഗ് ഉൾപ്പെടെ ഉള്ള സംഘടനകൾ, അത് ലീഗ് വരുന്നതിൽ ഞങ്ങൾ അപകടം കാണുന്നില്ല. കാരണം അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് പ്രവർത്തിക്കാൻ ജനങ്ങളുടെ അംഗീകാരം വാങ്ങുന്ന പാർട്ടിയാണ്. പക്ഷേ എക്സ്ട്രീമിസ്റ്റ് മുസ്ലിം ഓർഗനൈസേഷൻസ്, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുമ്പ് അതിൽ പ്രവർത്തിച്ച പ്രവർത്തകർ, SDPI, അതുപോലെ തന്നെ മറ്റുള്ള ഈ കുറേ ഉപഗ്രഹങ്ങളുണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമി, PDP എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ കൂടി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പാലക്കാട് ഒന്ന് നോമിനേഷൻ കൊടുത്തിട്ട് നിന്നു കൊടുത്താൽ മതി. വിജയിപ്പിക്കേണ്ട ചുമതല BJP ആണ് അപ്പുറത്ത് സാധ്യതയുള്ളതെങ്കിൽ വിജയിപ്പിക്കേണ്ട ചുമതല ഞങ്ങൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അപ്രസക്തമാക്കുന്ന തലത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ പോപ്പുലർ ഫ്രണ്ട്, PDP കക്ഷികളൊക്കെ തന്നെ ഇവിടെ പാലക്കാട് വരുന്നു. അവർ പണം മുടക്കുന്നു. BJPയുടെ ഒരു ബോർഡുള്ള സ്ഥലത്ത് 4-5 ബോർഡ്, കോൺഗ്രസിൻ്റെ ഒരു ബോർഡും ഇല്ലെങ്കിൽ 4-5 ബോർഡ് ഈ തീവ്രവാദ സംഘടനകൾ കൊണ്ടുവയ്ക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. BJP ഒരു നോട്ടീസ് ഇറക്കുമ്പോൾ 4 നോട്ടീസ്, ഇത് കോൺഗ്രസ് അല്ലൂരും അറിയുന്നില്ല, UDFൻ്റെ പേര് വെച്ചിട്ട് ഇവർ ഇറക്കുകയാണ്. ഈ രാഷ്ട്രീയം, ഈ UDF രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് UDFൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചിന്തിക്കണം. ഇനി ഇത്രയും സഹായിച്ച് നിങ്ങളെ ജയിപ്പിക്കുന്നവർ പറയുന്നതിൽ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം, അഭിലാഷ് കേട്ടോ എന്ന് എനിക്കറിയില്ല, കോഴിക്കോട് നടന്ന SDPയുടെ ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനം ഇന്നാണ് അവസാനിച്ചത്. പിന്നെ 6 മണിക്ക് പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ അവരൊരു പത്രസമ്മേളനം നടത്തി. അവർ പറഞ്ഞെന്താണ്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDFുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി എടുത്തു പറഞ്ഞു പേര്, നേമത്ത് ജയിച്ചത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ്. മഞ്ചേശ്വരത്ത് ഞങ്ങൾ സ്വന്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ലീഗ് ജയിക്കില്ല. ഈ SDP എന്ന് പറഞ്ഞ ആരാണ്? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് അവരുടെ മെയിൻ സ്ട്രീം നേതാക്കന്മാരെയൊക്കെ തന്നെ ജയിലിലടച്ചെങ്കിൽ അവരുടെ അണികളൊക്കെ തന്നെ SDPയിലേക്ക് ചേർന്നിട്ടുണ്ട്. കുറേ UDFിലും പോയിട്ടുണ്ട്, കുറേ CPMലും പോയിട്ടുണ്ട്, ബാക്കിയെല്ലാം SDPയിൽ ചേർന്നു. ആ SDPക്കാരാണ് പറയുന്നത് ഞങ്ങൾ UDFുമായി പാർലമെന്റിൽ ചർച്ച നടത്തിയെന്ന്. അപ്പോൾ UDFൻ്റെ BJP പ്രിൻസിപ്പൽ ഒപ്പോണൻ്റ് ആവുന്ന സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്, പണം മുടക്കുന്നത് SDPI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ളവരാണെന്നുള്ള അപകടമായ രാഷ്ട്രീയം കൂടി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ശരി, നോക്കാം നമുക്ക്. നിതിൻ കണിച്ചേരി, എന്തായാലും വോട്ടെല്ലാം പെട്ടിയിലായി. ഇനി അതിരുകടന്ന അവകാശവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കഴിഞ്ഞ 2 തവണയായി നിങ്ങൾ 3ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് പാലക്കാട്. 36,000 ചില്ലറ വോട്ടാണ് കഴിഞ്ഞ തവണ. അത് എത്ര കണ്ട് ഉയർത്താൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്? അതോ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി കുറയുന്ന അതായത് ഒരു കോൺഗ്രസ് BJP ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അപ്രസക്തരാകുന്ന കാഴ്ചയായിരിക്കുമോ ഉണ്ടാവുക? അല്ല, ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴുള്ളത്. ഒന്ന്, ഏതാണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്.
അതുപോലെ തന്നെ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജും ഏതാണ്ട് 1,40,40,000 വോട്ട് എന്നുള്ള നിലയിലേക്കായിരിക്കും അവസാനവട്ട കണക്കുകൾ വരുമ്പോൾ ഏതാണ്ട് അതിനോടടുത്ത് നിൽക്കുന്ന ചില ചെറിയ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുന്ന നിലയിൽ ഏതാണ്ട് 1,40,40,000 പ്ലസ് വോട്ടായിരിക്കും പോൾ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ കണക്കാക്കുന്നത്. ഇപ്പം അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ തവണ BJPക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു മെട്രോമാൻ എന്നൊക്കെയുള്ള നിലയിൽ വലിയ അംഗീകാരമുണ്ടായിരുന്ന ഒരാളെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. BJP സ്ഥാനാർത്ഥിക്ക് ആ തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഒരു കാരണവശാലും ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന, ഇപ്പോൾ നിലവിൽ രാജിവെച്ചിരുന്ന വടകരയുടെ MP അദ്ദേഹത്തിന് പാലക്കാട് കിട്ടിയിരുന്ന വോട്ട് നിലവിൽ മത്സരിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനും ലഭിക്കും എന്ന് കരുതുക ഒരു മൗഢ്യമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ രണ്ട് നിലയിലും വോട്ടുകൾ വലിയ നിലയിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും കുറയുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച സരിനാകട്ടെ മികച്ച നിലയിൽ തന്നെ പാലക്കാട് നഗരത്തിൽ എപ്പോഴും അങ്ങനെയുള്ള ഒരു വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ജനങ്ങൾ അങ്ങനെയെല്ലാം നോക്കിയാണ് വോട്ട് ചെയ്യാറുള്ളത്. സാധാരണ മുൻ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ നിലയിലുമുള്ള വോട്ടുകൾ സമാഹരിക്കുന്നതിന് സരിന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പിന്നെ ഡോക്ടർ എന്നുള്ള നിലയിലുള്ള ഡോക്ടർ എന്ന നിലയിലുള്ളൊരു അംഗീകാരം, അതുപോലെ തന്നെ സിവിൽ സർവീസ് രാജിവെച്ചു എന്ന നിലയിലുള്ളൊരു അംഗീകാരം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ വിട പറഞ്ഞു വന്നു എന്നുള്ളത്, കോൺഗ്രസിനകത്തുള്ള അസംതൃപ്തി, BJPക്കകത്തുള്ള അസംതൃപ്തി, ഇതെല്ലാം സരിൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. സ്വാഭാവികമായും ഈ എല്ലാ ഘടകങ്ങളും കൂടി ഒത്തുചേരുമ്പോൾ ഇടതുപക്ഷത്തിന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ. 2006-ലാണ് നിതിൻ കടിച്ചേരി നിങ്ങൾ അവസാനമായി പാലക്കാട് ജയിക്കുന്നത് എന്ന വസ്തുതയുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ അടക്കം നിങ്ങളുടെ വോട്ടിംഗ് നില വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പോവാം. ഈ പോളിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ വിചാരിച്ച പോളിംഗ് ഉണ്ട്, പക്ഷേ പിരായിരി പോലെയുള്ള പഞ്ചായത്തുകളിൽ ഉദ്ദേശിച്ച പോളിംഗ് വരുന്നില്ല എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? നിങ്ങളിപ്പോൾ ഒരു അടിസ്ഥാനപരമായി കണക്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ ആരുടെ വോട്ടാണ് മരവിപ്പിക്കപ്പെട്ടത്? കണ്ണാടിയിലായിരുന്നല്ലോ താങ്കൾക്ക് ചാർജ് ഉണ്ടായിരുന്നത്. സ്വന്തം ചിഹ്നത്തിലല്ലാത്ത സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് പാലക്കാട് നഗരത്തിൽ കഴിഞ്ഞ തവണ BJPക്കുണ്ടായിരുന്ന വലിയ ഭൂരിപക്ഷത്തെ മറികടക്കുന്നതിന് കോൺഗ്രസിനെ സഹായിച്ചത് പിരായിരി പഞ്ചായത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വലിയ ഭൂരിപക്ഷമായിരുന്നു. ആ വലിയ ഭൂരിപക്ഷം കൊണ്ടാണ് യഥാർത്ഥത്തിൽ പാലക്കാട് നഗരത്തിലെ ഭൂരിപക്ഷത്തെ, അല്ലെങ്കിൽ BJPക്കുണ്ടായിരുന്ന മേൽക്കൈയെ കോൺഗ്രസ് മറികടക്കുക ഉണ്ടായത്. മാത്രമല്ല മറ്റ് രണ്ട് പഞ്ചായത്തുകൾ, ഈ പിരായിരി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത്, പിരായിരി, കണ്ണാടി, മാത്തൂർ തുടങ്ങിയിട്ടുള്ള 3 പഞ്ചായത്തിലും BJPക്ക് വളരെ ദുർബലമായിട്ടുള്ള വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ചെറിയ വോട്ടുകൾക്കാണെങ്കിലും ഏതാണ്ട് 3000 സംതിങ് വോട്ടുകൾക്ക് വിജയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത്. ഇത്തവണ പിരായിരി പഞ്ചായത്തിൽ വലിയ രൂപത്തിൽ വോട്ടുകൾ അല്ലെങ്കിൽ പോളിംഗിലേക്ക് കുറവ് വന്നു എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് UDFന് വലിയ മേൽക്കൈയുള്ള 6000-ഓ അതിനപ്പുറമോ ഒക്കെ വോട്ട് ഭൂരിപക്ഷം നൽകിയേക്കാവുന്ന ഒരു പഞ്ചായത്തിനകത്ത് UDFൻ്റെ വോട്ടുകൾ വലിയ രൂപത്തിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ തുടക്കം മുതൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്തുള്ള വലിയ അസംതൃപ്തിയും അതുപോലെ തന്നെ UDFനകത്തും ഇപ്പോൾ സമീപ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിലൊക്കെ UDFനൊപ്പം നിന്നിരുന്ന ജനവിഭാഗത്തിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില എതിർപ്പുമൊക്കെ അതിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലുമെല്ലാം കഴിഞ്ഞ തവണയുണ്ടായിട്ടുള്ള വോട്ട് തന്നെയാണ് പെർസെൻറ്റേജിൽ കുറവ് കാണിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതിനേക്കാൾ വോട്ടിൻ്റെ ഒരു വർധനവ് പൊതുവിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 1,94,000-ന് പുറത്താണ് ഇപ്പോൾ വോട്ടർ പട്ടികകൾ. നേരത്തെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് അത്രയും വോട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള എണ്ണം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും പോൾ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇതുവരെയുള്ള ഏതാണ്ട് ആ ഒരു പാറ്റേണിലേക്ക് എത്തുന്നുണ്ട്. 1,40,40,000 പരിസരത്തേക്ക് ടോട്ടൽ വോട്ടുകൾ എത്താനുള്ള ഞങ്ങൾക്ക് മേൽക്കൈയുള്ള പഞ്ചായത്തിൽ പറഞ്ഞോളൂ. അല്ല, അഭിലാഷ് പറഞ്ഞ, ഞാൻ ഒന്ന് പൂർത്തിയായിക്കോട്ടെ. അഭിലാഷ് പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് അത് എത്തില്ല. ഞങ്ങൾ സംഘടനാപരമായി ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള വലിയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വലിയ മികവാർന്ന ഒരു പ്രവർത്തനവും ജനങ്ങൾക്കിടയിൽ അംഗീകാരവുമാണ് സരിനുണ്ടായിട്ടുള്ളത്. ഒരു നിലയിലും
ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ മോശം സാഹചര്യത്തിലാണല്ലോ ഈ വോട്ടുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറയുന്നത് പോലെ 3-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ സാഹചര്യത്തിലല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രാഷ്ട്രീയ സാഹചര്യവും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം മുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഘടകങ്ങളായിരുന്നു. മാത്രമല്ല ഇപ്പോൾ അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, മാധ്യമപ്രവർത്തകരുടെ വന്നിട്ടുള്ള ആളുകൾക്കറിയാം, ഈ മണ്ഡലത്തിൽ ഉയർന്ന എല്ലാ ചർച്ചകളും, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന എല്ലാ ചർച്ചകളും ഇടതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലയിലാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, അതുപോലെ തന്നെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ഒക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും എന്നുള്ളതാണ് LDFന്റെ പ്രതീക്ഷ. ഓക്കെ, ശ്രീ റോജി എം ജോൺ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്നൊക്കെ പലരും ഉപശാല വർത്തമാനങ്ങളിൽ പറയുന്നത് UDFന് അനുകൂലമായ ഒരു ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണം ഉണ്ടായപ്പോൾ, ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായപ്പോൾ അതിനൊരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള ഒരു ഭൂരിപക്ഷ വോട്ട് ഏകീകരണം ഉണ്ടായാൽ അത് UDFന്റെ സാധ്യതകളെ തകിടം മറിക്കാം എന്ന ഒരു സൂചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം സജീവമായിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇവിടെ വി രാജേഷ് പറഞ്ഞ ഒരു കാര്യം, ഇവിടെ പാലക്കാടോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ BJP വിജയിക്കുന്ന സ്ഥലങ്ങളിൽ SDPI അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വന്ന് അവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ പണം മുടക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ നമുക്കൊരു ചാനൽ ചർച്ചയിലിരുന്ന് നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ ഒക്കെ നമുക്ക് ആ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഞങ്ങൾ UDF ഞങ്ങൾ ഇലക്ഷൻ മത്സരിക്കുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി ഒരു സ്ഥാനാർത്ഥി ഇലക്ഷൻ മത്സരിക്കുന്നത്, പ്രത്യേകിച്ച് ബൈ ഇലക്ഷനിലും അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിലുമൊക്കെ ഞങ്ങൾ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഇതുപോലുള്ള സംഘടനകളൊക്കെ വന്ന് പണം മുടക്കുന്നു, അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? ഇതൊക്കെ ഒരു ചാനൽ ചർച്ചയിലിരുന്ന് വെറുതെ നമുക്കിരുന്ന് വർത്തമാനം പറയാമെന്നുള്ളതല്ലാണ്ട് അതൊന്നും ഇവിടെ ആരും വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊന്നും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു തരത്തിലുമുള്ള ഒരു ബന്ധം പുലർത്തുന്ന കാര്യങ്ങളുമല്ല എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ഞാനിവിടെ പറഞ്ഞല്ലോ, നമുക്കൊരു തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണിത്തീരുന്നതിൻ്റെ അവസാന നിമിഷം വരെ എല്ലാവർക്കും ആത്മവിശ്വാസം പുലർത്താം. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. ഇപ്പോൾ ചേലക്കരയിൽ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥി PV അൻവർ പോലും പ്രതീക്ഷയിലാണ്. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾക്ക് ചിലപ്പം വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതാണ്. അപ്പോൾ PV അൻവറിന് പോലും തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ്ങിൻ്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പുലർത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് BJP 2-ാം സ്ഥാനത്തേക്ക് വരുന്നത് 2016 തെരഞ്ഞെടുപ്പിലാണല്ലോ. 2016 തെരഞ്ഞെടുപ്പിൽ BJP 2-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ശോഭാ സുരേന്ദ്രനെ നമുക്കെല്ലാവർക്കും അറിയാം. അവർ പാലക്കാടുമായിട്ട് അത്രയേറെ ബന്ധമുള്ളതും അതുപോലെ തന്നെ ആ മണ്ഡലവുമായി അത്ര അടുത്തറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയുമായിരുന്നു. നല്ലൊരു BJPയിൽ നിലവിലുള്ളതിൽ തെരഞ്ഞെടുപ്പ് നല്ലൊരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഏത് തെരഞ്ഞെടുപ്പിലായാലും നന്നായിട്ട് വോട്ട് ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ആ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അന്ന് BJP പിടിച്ചത് ഏകദേശം 40,000-ൽ ശിഷ്ടം വോട്ടുകളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയൊരു മാറ്റം ഇപ്പോൾ കൃഷ്ണകുമാർ പിടിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശ്രീധരനുമായിട്ടോ ഒന്നും നമുക്ക് നിലവിലെ സ്ഥാനാർത്ഥിയെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം പാലക്കാട്ടുകാർ കണ്ട് പരിചയിച്ച് അടുത്തറിഞ്ഞ് ഒരുപക്ഷെ തള്ളിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു നിയമസഭാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിജയ സാധ്യത പാലക്കാട്ടെ ആളുകൾ കാണാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രീധരനുമായിട്ട് ഒരു തരത്തിലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപക്ഷെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് എന്ന് വെച്ചാൽ BJPക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യാത്ത ആളുകളിൽ നിന്ന് പോലും, നിഷ്പക്ഷരായിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും, ഈവൻ മതേതര മനസ്സുള്ള ആളുകൾ പോലും ചിലപ്പം ശ്രീധരനെ പോലെ ആൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടാവാം. അതാണ് കഴിഞ്ഞ തവണ നമുക്ക് ഉണ്ടായ ഒരു വ്യത്യാസമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ 2016 മുതലുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴായാലും അതുപോലെ തന്നെ ശ്രീധരൻ മത്സരിക്കുമ്പോഴായാലും CPMൻ്റെ വോട്ട് 2016 മുതൽ നോക്കുമ്പോൾ 3 ഇലക്ഷനിലും താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ CPM എന്നത് സംഘടനാപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയുടെ തരത്തിൽ പരിശോധിച്ചാലോ സംഘടനാപരമായിട്ട് പരിശോധിച്ചാലോ താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഫൈറ്റ് കോൺഗ്രസും BJPയും തമ്മിലാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. എനിക്കൊരു ഇടവേള എടുക്കേണ്ട സമയം അത്യാവശ്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം.
ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക്. പോളിംഗിന്റെ അന്തിമമായ കണക്കുകൾ വന്നിട്ടില്ല, എന്നാൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരിക്കും പോളിംഗ് എന്ന ഒരു അനുമാനത്തിലേക്ക് നമുക്കിപ്പോൾ എത്തേണ്ടി വരും. ശ്രീ വി രാജേഷ്, നിരവധി വിഷയങ്ങൾ ചർച്ചയായി. ഒന്നൊരു ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിലും ആ ആന്റി ഇൻകംബൻസി വോട്ടുകൾ രണ്ടായി വിഭജിച്ചു പോവാം, നിങ്ങളിലേക്കും UDF-ലേക്കും പോവാം എന്ന പ്രശ്നമുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ ആ മണ്ഡലത്തിലെ ആന്റി ഇൻകംബൻസി എടുത്താൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് നിങ്ങളാണ്, MLA ആയി 13 കൊല്ലം ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആണ്, അവിടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു വശത്തേക്ക് കാറ്റ് വീശും എന്ന് നമുക്ക് അനുമാനത്തിലെത്താൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതിനൊടുവിലാണ് ഏറ്റവും അവസാനത്തെ 3 ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട, താങ്കളെപ്പോലെ ടെലിവിഷനിലൊക്കെ വന്നിരുന്ന BJPക്ക് വേണ്ടി വാദിച്ചിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് പക്ഷത്തേക്ക് പോയത്. അദ്ദേഹം പിന്നീട് നടത്തിയ പ്രസ്താവനകളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ BJPയുടെ തന്നെ ഒരുപക്ഷെ അടിസ്ഥാന വോട്ട് ബാങ്കിലൊക്കെ കുറച്ച് വിള്ളലുകൾ വീഴാനുള്ള സാധ്യത അതുവഴി ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ഈ പഴയ കണക്ക് വെച്ചിട്ട് ഇപ്പോഴത്തെ കണക്കിനെ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? അഭിലാഷ്, അവസാനം പറഞ്ഞു നിർത്തിയെന്ന് തന്നെ ഞാൻ ആദ്യം വരാം. താങ്കൾ പറഞ്ഞത് ഒരാൾ BJP ഇരുന്ന് UDF-ലേക്ക് പോയി. താങ്കളെപ്പോലെയൊക്കെ ടെലിവിഷൻ ചർച്ചകൾ വരുമായിരുന്ന ഒരാൾ പോയി, അത്രയേ ഉള്ളൂ. ടെലിവിഷൻ ചർച്ചയിൽ പലൊരാൾ വരും. താങ്കളെപ്പോലെ അടിസ്ഥാന പ്രവർത്തനം ചെയ്യുന്ന, ബൂത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്ന, പാർട്ടി പ്രവർത്തനത്തിലൂടെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ സ്വാധീനമുള്ള ഒരാൾ പോയാൽ ഞങ്ങൾ ആശങ്കപ്പെടണം. താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇന്ന തരത്തിൽ വരുമായിരുന്ന ഒരാൾ പോയി, അതിന് പകരം ഒരാൾ വന്നു കഴിഞ്ഞാൽ പാച്ചപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പാർട്ടി പ്രവർത്തനത്തിൻ്റെ വേദനയും വിഷമവും ഒക്കെ അറിയാമെന്നുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവരോടൊപ്പമാണ് അണികളും വിശ്വാസികളും ഒക്കെ. അതുകൊണ്ട് അതൊക്കെ അതിപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത് തന്നെയാണ്, സ്വീകരിച്ചവർക്ക് കൊണ്ടു കിടക്കാനുള്ള ശേഷി ഉണ്ടാവട്ടെ. ഇപ്പോൾ ഇടതുപക്ഷം പരസ്യം കൊടുക്കുന്നു. കോൺഗ്രസ് ഇന്നലെ എന്നോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ചയിൽ വന്നിരുന്ന ആൾ, സാധാരണ വാളുമായി ഞങ്ങളെ, ആദർശത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആശയത്തിൻ്റെ വാളുമായി ഞങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കാനിരിക്കുന്ന വ്യക്തി, ഞാനിപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല, ഇന്നലെ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇന്നലെ പരിചയമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ പരിച VD സതീശനും K സുധാകരനും ഒക്കെ ഇതുപോലത്തെ ഒരു പരിചയം എടുത്ത് കൊടുക്കണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ താങ്കൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ഒരാൾ പോകുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ആശംസ പറഞ്ഞ്, സ്വീകരിച്ചവർക്ക് ആശംസ പറഞ്ഞ്, എല്ലാം നന്നായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നത്? ഞങ്ങൾ അത്രത്തോളം നല്ലൊരു രീതിയിലാണ് ആ കാര്യം കൈകാര്യം ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. പിന്നെ പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞില്ല ഏതുവരെ പോകാം നോക്കാം. ഞാൻ ചെറുതായിട്ടൊന്നും കാണുന്നില്ല, പക്ഷേ അത്രയേ ഉള്ളൂ. ചാനൽ ചർച്ചയിൽ വരുന്ന ഒരാൾ പോയി, ചാനൽ ചർച്ചയ്ക്ക് ഞങ്ങൾ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ വന്നോളും. പിന്നെ അപ്പോൾ ഇവിടെ നമ്മുടെ UDF-ൻ്റെ MLA റോജി പറഞ്ഞു, തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് മത്സരിച്ച രണ്ടുപേരും പ്രഗത്ഭര. ഈ ശ്രീധരൻ സാർ പ്രഗത്ഭനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്, BJPക്ക് പുറത്തുനിന്ന് ഒരുപാട് വോട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ്. ശോഭ മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലും വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവരോടൊപ്പമോ ഇവരെക്കാളൊക്കെ തന്നെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരുന്നല്ലോ ശ്രീ O രാജഗോപാൽ. അവസാനം നേമത്ത് മത്സരിക്കുന്നതിന് മുമ്പ് O രാജഗോപാൽ മത്സരിച്ച ഒരിടത്തും ജയിച്ചിട്ടില്ല. അരുവിക്കര O രാജഗോപാൽ മത്സരിച്ചപ്പോഴേക്കും ബഹുമാനപ്പെട്ട VS പറഞ്ഞത് ഇലക്ട്രിക് പോസ്റ്റിന് വെള്ളം ഒഴിച്ചാൽ വളരില്ല എന്നാണ് അരുവിക്കര ഒന്ന് പ്രസംഗിച്ചത്. പക്ഷേ BJP രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ട് പാലക്കാട് മത്സരിച്ചത് O രാജഗോപാലാണ്. അപ്പോൾ ആ O രാജഗോപാൽ നേരത്തെ പറഞ്ഞ രണ്ടുപേരെക്കാൾ, അവരോടൊപ്പമോ അവരെക്കാൾ ഒരു പടി മുൻപിലോ നിൽക്കുന്ന ആളായിട്ട് പോലും ഒരുപാട് സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ട് വിജയിച്ചിട്ടില്ല. നേമത്ത് അവസാനം വിജയിച്ചു. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഏത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണകുമാറിനെ ജനങ്ങൾ നിരാകരിച്ച ആളാണെന്ന് പറഞ്ഞത്? റോജി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നമ്മൾ നേരിട്ട് കണ്ടില്ല, അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, അഭിലാഷ് ഉണ്ടായിരുന്നല്ലോ, അവിടുത്തെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഞാൻ പ്രവർത്തിക്കാൻ പോയി. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ ഒരിടത്ത് നിന്നും ഞാൻ പോയപ്പോൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് അവിടുത്തെ ആരും പറഞ്ഞില്ല. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് വ്യാപകമായിട്ട് ഞങ്ങളോടൊപ്പം ആര് പറഞ്ഞു. ഞാൻ ഒരുപാട് ബൂത്ത് മീറ്റിങ്ങിനൊക്കെ പോയി. എന്നാൽ മാത്തൂരും കണ്ണാടിയിലും പിരായിരിയിലും ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ വന്നത്, അത് ആർക്കോട്ടിയെന്ന് പറയുന്നത് എനിക്കറിയില്ല, BJPയുടെ കൊടിവെച്ച വാഹനം പോയിട്ട് എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ വന്നിട്ട് നിങ്ങളുടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്, അയ്യോ ഇവിടെ വെള്ളമില്ല. എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയുള്ള ഒരു വ്യക്തിയും അങ്ങനെ പറഞ്ഞില്ല? നരേന്ദ്രമോദി ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികൾ, ജൽജീവൻ മിഷൻ ആയിക്കോട്ടെ, അമൃത് പദ്ധതി ആയിക്കോട്ടെ, ഏറ്റവും ഭംഗിയായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. അന്ന് കൃഷ്ണകുമാറായിരുന്നു വൈസ് ചെയർമാൻ. ഞാൻ ഉൾപ്പെടെ 5 വർഷത്തിനിടയിൽ മിനിമം ഒരു 50 തവണയെങ്കിലും ഈ അമൃത് പദ്ധതിയുടെ കാര്യങ്ങൾ സാങ്ഷനാക്കാൻ വേണ്ടി കൃഷ്ണകുമാർ സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് പോയ കൃഷ്ണകുമാറിനെ ഞാൻ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും. അപ്പോൾ അത്രത്തോളം അധ്വാനിച്ച് അത് പഞ്ചായത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. കൃഷ്ണകുമാർ MLA ആയിക്കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ട് അമൃത് പദ്ധതി പോലുള്ള, ഇല്ലെങ്കിൽ ജൽജീവൻ മിഷൻ വഴി ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് കുടിവെള്ളം എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രചരണത്തിനിടയ്ക്ക് ഒരു മണ്ഡലം പ്രസിഡന്റിനെ അവിടെ വെച്ച് പാമ്പ് കടിച്ചു. ഞാൻ പോയ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കുണ്ടായി, അതായത് നവംബർ ആദ്യത്തെ ആഴ്ച പാമ്പ് കടിയേറ്റു. അപ്പോൾ തന്നെ
ഞാൻ ചോദിച്ചു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയോ? അപ്പോൾ പറഞ്ഞു അല്ലേട്ടാ ഇവിടെ ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. സത്യം നിങ്ങൾ അന്വേഷിച്ചു നോക്കും. ബാബു എന്ന പേരുള്ള ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിനെ പാമ്പ് കടിയേറ്റ് രാത്രിയിൽ കൊണ്ട് മെഡിക്കൽ കോളേജ് നമ്മളൊക്കെ തിരുവനന്തപുരത്ത് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും. അവിടെ ഡോക്ടർമാർ പ്രത്യേക ഡോക്ടർമാരുണ്ടാകും, സംവിധാനമൊക്കെ ഉണ്ട്. ചേട്ടാ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് കാര്യം, അവിടെ മരുന്നുമില്ല ഒന്നുമില്ല. ഇത് ആ ഡേറ്റ് ഞാൻ പറയാം. ബാബുവിൻ്റെ അവിടെ അഡ്മിറ്റ് കാർഡ് എല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ബാബു പിറ്റേന്ന് രാവിലെ വരെ അവിടെയായിരുന്നു. ജനറൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയാൽ എന്തെങ്കിലും കാര്യമുണ്ട്? അവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, ബോർഡ് മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ പേഴ്സണൽ അനുഭവമാണ്. അതുപോലെ തന്നെ മോയൻ സ്കൂൾ, ആ മോയൻ സ്കൂളിൻ്റെ ആദ്യം ഒരു ചർച്ചയിൽ പറഞ്ഞ ഞാൻ മോയൻ സ്കൂളിൻ്റെ മുൻ പ്രിൻസിപ്പൾമാരെ കണ്ടിരുന്നു. അവിടെ കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ലാബ് കൊണ്ടുവന്ന് ഷാഫി പറഞ്ഞു. ഇപ്പോഴും തുടങ്ങി വെച്ച എത്രയോ വർഷമായി മുനിസിപ്പാലിറ്റി കൊടുക്കാനുള്ള മുഴുവൻ ഫണ്ടും കൊടുത്തു. മുനിസിപ്പാലിറ്റി MP MLA എം പി രാജേഷ് ആയിരുന്നു. ഇപ്പം കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ശ്രീകണ്ഠനാണ്. ഷാഫി പറമ്പിലാണ് MLA. മോയൻ സ്കൂള് അവിടുത്തെ 4500 കുട്ടികൾ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളാണ് മോയൻ സ്കൂള്. ഒടുവിൽ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു. ഞാൻ ചോദിക്കട്ടെ, അവിടെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് കൊടുത്ത് ഇത്ര ഇഫക്റ്റീവ് ആക്കാൻ കാരണക്കാരൻ കൃഷ്ണകുമാറാണ്. അപ്പോൾ കൃഷ്ണകുമാറിനെ റിജക്റ്റ് ചെയ്യല്ല. കൃഷ്ണകുമാർ എന്ന ലീഡർ മത്സരിച്ചിട്ടുള്ള ഏതെങ്കിലും വാർഡ്, ഞാൻ പാർലമെന്റിൽ അദ്ദേഹം ജയിച്ചില്ല, മലമ്പുഴയിൽ നിന്ന് അദ്ദേഹം അസംബ്ലിയിലും ജയിച്ചില്ല, സംഭവിച്ചു. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ കൃഷ്ണകുമാർ മത്സരിക്കുന്നത് ആദ്യമാണ്. കൃഷ്ണകുമാർ മത്സരിച്ച മുനിസിപ്പൽ വാർഡിൽ ഏതെങ്കിലും ഒരു വാർഡിൽ കൃഷ്ണകുമാറിന്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണകുമാർ പരാജയപ്പെട്ടിട്ടുണ്ടോ? പാലക്കാട് ജനങ്ങൾ സ്വീകരിച്ച സ്ഥാനാർത്ഥിയാണ് സർ കൃഷ്ണകുമാർ. ശരി, ഓക്കെ. ഇവിടെ ശ്രീ നിതിൻ കണിച്ചേരി, ഒന്ന് കൃഷ്ണകുമാർ ലോക്കൽ ബോയ് ആണ്, പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന്റെ തട്ടകവുമാണ്. മുനിസിപ്പാലിറ്റിയിൽ തരക്കേടില്ലാത്ത പോളിംഗ് ഉണ്ട്, പ്രത്യേകിച്ച് BJP ബൂത്തുകളിൽ നല്ല പോളിംഗ് ഉണ്ട് എന്ന് BJP അവകാശപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സരിൻ പാലക്കാടുകാരനാണെന്ന് പറയാമെങ്കിലും അദ്ദേഹം തിരുവില്ലാമലയിൽ ജനിച്ചു വളർന്ന ആളാണ്. പാലക്കാട് ഇപ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഇവിടെ ആ നിലയ്ക്കുള്ള ഒരു പ്രാദേശിക വാദമോ അല്ലെങ്കിൽ പ്രാദേശിക വാദം എന്ന് പറയുന്നില്ല, കുറെ കൂടി നാട്ടുകാർക്ക് പരിചിതനായ സ്ഥാനാർത്ഥി എന്നൊരു അഡ്വാൻറ്റേജ് BJPക്ക് വരാമോ? നോക്കല്ല, ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് ഏറെക്കാലം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു. അദ്ദേഹം മലമ്പുഴ മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു, പാലക്കാട് മത്സരിച്ചിരുന്നു, ലോക്സഭ ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ ഒരു പരിചിതമായിട്ടുള്ള മുഖമാണ് എന്നുള്ളതെല്ലാം ശരിയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയണമെന്നില്ലല്ലോ. പാലക്കാട് 3 പ്രധാനപ്പെട്ട പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് BJPക്ക് ഒരു മേൽക്കൈയുണ്ട് എന്നതൊരു വസ്തുതയാണെങ്കിലും പാലക്കാട് പ്രധാനപ്പെട്ട ഇതിനോട് ചേർന്ന് കിടക്കുന്ന 3 പഞ്ചായത്തുകൾ, ഒന്ന് പിരായിരി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത്, കണ്ണാടി പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളിലും BJPയുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. വളരെ പരിതാപകരം എന്ന് വെച്ചാൽ മിക്കവാറും ഓരോ ബൂത്തുകളിലും 100 വോട്ടോ അല്ലെങ്കിൽ 120 വോട്ടോ ഒക്കെ നിലയിൽ മാത്രം ഇപ്പോഴും സമാഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി നിലനിൽക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ള വോട്ടുകളോ അല്ലെങ്കിൽ ഭൂരിപക്ഷമോ വെച്ച് ഒരിക്കലും BJPക്ക് ഈ മണ്ഡലത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ്സിന് നിലവിൽ കിട്ടിയിരുന്ന വോട്ടിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു വലിയ വോട്ട്, ഏതാണ്ട് ഒരു 10,000-10,000 വോട്ടെങ്കിലും ചോർന്ന് BJPയിലേക്ക് പോയാൽ മാത്രമാണ് അത്തരത്തിലൊരു സാഹചര്യം പാലക്കാട് സൃഷ്ടിക്കപ്പെടുക. കോൺഗ്രസിൽ നിന്ന് വോട്ട് അത്തരത്തിൽ ചോരുമോ എന്നുള്ളതാണ് പാലക്കാട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു പോളിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം എന്ന നിലയിലുള്ള ചില സൂചനകളും നമ്മൾ കാണേണ്ടതുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് പിരായിരി പഞ്ചായത്തിൽ വലിയ നിലയിലുള്ള പോളിംഗ് കുറയുന്നത്. മാത്രമല്ല, ഞാനിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ കണ്ണാടി പഞ്ചായത്തിനകത്ത് ഏതാണ്ട് പൂർണ്ണസമയം ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് വരെ കണ്ണാടി പഞ്ചായത്തിലുണ്ടായിരുന്നതാണ്. കണ്ണാടി പഞ്ചായത്തിലുള്ള 21 ബൂത്തുകളിലും കോൺഗ്രസ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രകടനം പോലും കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസിൻ്റെ വോട്ടിൽ വലിയ ഇടിവുണ്ടാകും എന്ന നിലയിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ അത്തരത്തിൽ ചോരുന്ന വോട്ടുകൾ BJPയിലേക്ക് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിലവിൽ അത്തരത്തിൽ കുറയുന്ന എല്ലാ വോട്ടുകളും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈ ശ്രീധരന് കിട്ടിയ വോട്ട് ഒരിക്കലും BJPയുടെ നിലവിലുള്ള ശ്രീ ശ്രീധരന് കിട്ടിയ വോട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ശ്രീ ഷാഫി പറമ്പിലിന് കിട്ടിയ വോട്ട് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ പോകുന്നില്ല. സ്വാഭാവികമായും ഇത്തരം വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യവും അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. ഇതിൽ നമ്മൾ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് 2016-ലും 2021-ലും സംസ്ഥാനമാകെ ഇടതുമുന്നണി തരംഗം ആഞ്ഞടിച്ചു. 92 സീറ്റ് ഒരു തവണ, 99 സീറ്റ് രണ്ടാമത്തെ തവണ. അങ്ങനെ ഇടതുമുന്നണി തരംഗം ആഞ്ഞടിച്ച ആ 2 രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പാലക്കാട് നിങ്ങൾ ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല 3-ാം സ്ഥാനത്തായി പോയി എന്ന് മാത്രമല്ല ഈ പാലക്കാട്
പാലക്കാട് മുനിസിപ്പൽ ഏരിയയിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്താൽ 34,143 വോട്ട് BJPക്കും 27,905 വോട്ട് UDFിനും ഉള്ളപ്പോൾ 16,455 വോട്ട് മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ വളരെ പിറകിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞ കണ്ണാടിയിലും പിരായിലും ഒക്കെ കുറച്ച് വോട്ട് അധികം കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെ ജയിക്കാനാണ്? ഇല്ല, പാലക്കാട് നഗരത്തിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ E. ശ്രീധരൻ വരുമ്പോൾ ഒറ്റയടിക്കൊരു വലിയ നിലയിലുള്ള വോട്ട് വർധനവ് BJPക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് വ്യക്തിപരമായി ശ്രീ E. ശ്രീധരൻ എന്ന അദ്ദേഹത്തിൻ്റെ മികവിന് കൂടി പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള വോട്ടാണ്. സ്വാഭാവികമായും അത്തരം വോട്ട് ഒരിക്കലും ശ്രീ കൃഷ്ണകുമാറിലേക്ക് പോകില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ BJPക്ക് അങ്ങനെ ഒരു വോട്ട് അവിടെ നിലനിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ കഴിഞ്ഞ ലോക്സഭയിൽ ശ്രീ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ ആ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കണ്ടേ? ആ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചില്ലല്ലോ. ഈ ശ്രീധരന് കിട്ടിയതിനേക്കാൾ എത്രയോ വോട്ട് കുറഞ്ഞിട്ടാണ് ശ്രീ കൃഷ്ണകുമാരൻ ലോക്സഭയിൽ അദ്ദേഹം തന്നെയാണല്ലോ മത്സരിച്ചത്. ആ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ ഈ പാലക്കാട് നഗരത്തിലൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലൊക്കെയുള്ള ഒരുപാട് പരിഗണനകൾ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ഒട്ടേറെ സ്ഥാനാർത്ഥിയുടെ മികവ്, അതുപോലെ തന്നെ വികസന പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ചയായി ജനങ്ങളുടെ മുമ്പിലേക്ക് വരും. അതെല്ലാം ഒരു വോട്ടായി മാറും എന്ന് തന്നെയാണ് കരുതുന്നത്. പാലക്കാട് നഗരത്തിൽ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായും ഒരു സംഘടനാപരമായ ദൗർബല്യങ്ങളും വോട്ട് കുറവുമുണ്ട്. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഞങ്ങളുടെ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും മറ്റുമൊക്കെ ഭാഗമായി മറികടക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറഞ്ഞു, പാലക്കാട് നഗരത്തിൽ BJP ഒന്നാം സ്ഥാനത്ത്, അല്ലെങ്കിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത് BJP വലിയ രൂപത്തിൽ മുന്നിലേക്ക് പോയി. കോൺഗ്രസ്സിനെ വിജയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത് പ്രായരിയിൽ കിട്ടിയിട്ടുള്ള വോട്ടും അതുപോലെ തന്നെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന BJP ജയിച്ചേക്കുമോ എന്ന ആശങ്കയിൽ വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വോട്ട് കൂടി സമാഹരിക്കാനായപ്പോഴാണ് കോൺഗ്രസ്സിന് ജയിക്കാൻ വേണ്ടി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത് പരിഗണിച്ചേയില്ലല്ലോ. കോൺഗ്രസ് ആ രാഷ്ട്രീയ സാഹചര്യത്തെ ശരിയായി വിലയിരുത്തി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും പാലക്കാട്ട് MLA ആയിരുന്ന ആളെ വടകര പോലെ അവരുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുപോകുമായിരുന്നില്ല. അപ്പോൾ നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ കരുതിയിരുന്നത് പോലെ BJPക്ക് ഒരു MLA ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ചില ശ്രമം കോൺഗ്രസിൻ്റെ തന്നെ ചില ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, തിരഞ്ഞെടുപ്പിൽ വോട്ടുകളെല്ലാം മിഷനിലായി കഴിഞ്ഞു. 2 ദിവസങ്ങൾ കൂടി ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ. അതുവരെ കാത്തിരിക്കുന്നതായിരിക്കും നമ്മൾ കാര്യത്തിൽ കാത്തിരിക്കുന്നത് തന്നെ ആയിരിക്കും ഉചിതം എന്ന് എനിക്കും തോന്നുന്നു. ശ്രീ റോജി എം ജോൺ, ഇതാണ് ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന മറ്റൊരു വലിയ പ്രശ്നം. ഇപ്പോൾ CPM-ന് 25% വോട്ട് മാത്രമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും നിയമസഭയിൽ ഒരു അക്കൗണ്ട് പാലക്കാട് വഴി തുറന്നാൽ അതിൻ്റെ പാപഭാരം സ്വാഭാവികമായും UDF വഹിക്കേണ്ടി വരില്ലേ? കാരണം നിങ്ങളുടെ സിറ്റിംഗ് സീറ്റായിരുന്നു, വളരെ ചെറിയ മെജോറിറ്റി ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇതുപോലൊരു തീക്കളിക്ക് നിന്നുകൊടുത്ത് BJPയെ സഹായിച്ചു, ഡീലാണ് എന്നുള്ള ആരോപണം അവിടെ നിൽക്കട്ടെ, BJPക്ക് അരങ്ങൊരുക്കിയെന്ന ആരോപണം സ്വാഭാവികമായും നേരിടേണ്ടി വരും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഭിലാഷ, ചർച്ചയുടെ തുടക്കത്തിൽ ഞങ്ങൾ ആ അപകടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ഞങ്ങളിതൊന്നും മുൻകൂട്ടി കാണാതെ ഞങ്ങൾ ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളതല്ലോ. ഞങ്ങൾ വടകര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് കേരളത്തിൻ്റെ പൊതു മനസ്സ് എന്ന് പറയുന്നത് അത് മതേതര മനസ്സാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ ഒരു കാര്യം എന്നോട് ചോദിച്ചു, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുമ്പോൾ മറുവശത്ത് കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അവിടെ ഷാഫിക്കെതിരെ എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായി, വർഗീയമായിട്ടുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കാനായിട്ടുള്ള ശ്രമം നമുക്ക് അറിയാം. കാഫിർ സ്ക്രീൻഷോട്ട് പോലുള്ള വിഷയങ്ങൾ വരെ ഏറ്റവും ഒടുവിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ ഒരു മുസ്ലിം ഹിന്ദു ഒരു വിഭജനം ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ ഷാഫി പറമ്പിൽ വടകരയിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണോ? അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയതിനേക്കാൾ കൂടുതൽ അവിടെ ഹിന്ദു സമുദായത്തിൻ്റെ വോട്ട് ഷാഫി പറമ്പിലിന് അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇനി പാലക്കാട്ടേക്ക് ഞാൻ വരുമ്പോൾ, പാലക്കാട്ട് ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട്ട് നഗരസഭയിൽ ശ്രീ കൃഷ്ണകുമാറിന് കിട്ടാവുന്ന ഏറ്റവും പരമാവധി വോട്ടാണ് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട്ടേക്ക് വരുമ്പോൾ നമുക്കറിയാം പാലക്കാട്ട് നഗരസഭ BJP ഭരിക്കുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ BJP വലിയ, അതായത് 400 സീറ്റിലേക്ക് വരും, 400 പാർ എന്നൊക്കെ വലിയ മുദ്രാവാക്യം മുഴക്കി. കോൺഗ്രസും UDFും നമ്മൾ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് രാജ്യത്താകമാനവും പ്രത്യേകിച്ച് കേരളത്തിലെ UDFും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിൽ പോലും ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത്
അഞ്ചാമത്തെ ആറാമത്തെ അതായത് ആറാമത്തെയൊക്കെ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു റിസൾട്ട് ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നമുക്ക് മാറുന്നത് കണ്ടാണ്. പക്ഷേ കേരളത്തിൽ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അന്ന് നമ്മൾ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന, അതായത് മാധ്യമങ്ങൾ മുഴുവനെതിരെ, എല്ലാ സർവേകളും ഞങ്ങൾക്കെതിരെ, എല്ലാ തരത്തിലും ഞങ്ങൾ പരാജയപ്പെടുന്ന ഒരു പാർട്ടി 40-50 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങും, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എങ്ങും എത്തൂല, നമ്മൾ ചിത്രത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് അന്ന് കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ അന്ന് ഒരുപക്ഷെ BJPക്കും നരേന്ദ്രമോദിക്കുമൊക്കെ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ ആളുകൾ ചിന്തിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് നടക്കുമ്പോൾ പോലും ശ്രീ കൃഷ്ണകുമാറിന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകളിലും ഒക്കെ കിട്ടിയ വോട്ടിൻ്റെ കണക്ക് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഫാക്ടറിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വോട്ടിലേക്ക് പോലും നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP എത്തും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു കോൺഗ്രസ് ജയിക്കണം, അല്ലെങ്കിൽ UDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, BJP പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതിനകത്ത് അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ലെന്നേ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായമോ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ മാത്രമല്ല. നമ്മൾ അങ്ങനെ വിഭജിക്കേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകളുണ്ട് BJP വരരുത് എന്ന് ആഗ്രഹിക്കുന്ന, BJPയുടെ രാഷ്ട്രീയം കേരളത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് അനുയോജ്യമല്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട്. അങ്ങനെ അത് പാലക്കാടുമുണ്ട്. അതുകൊണ്ടല്ലേ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു. ഷാഫി പറമ്പിൽ നമുക്കറിയാലോ, പാലക്കാട്ടെ ഒരു ഈ പറയുന്ന ഒരു ജാതി മത സമവാക്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം സമുദായത്തിന് ഒരു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമൊന്നും അല്ലല്ലോ പാലക്കാട്. ആ പാലക്കാട് ഷാഫി 2016 മത്സരിക്കുന്നു, അതുപോലെ 2011 മത്സരിക്കുന്നു. ആ 2011 മത്സരത്തിലും ഷാഫി വിജയിക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ഷാഫി വിജയിച്ചു വരുന്നു. അപ്പോൾ അവിടെ അത് ജാതീയമായിട്ടോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും ചിന്തിക്കുന്ന ആളുകളല്ല. അതൊക്കെ ചില ആളുകൾ അപൂർവമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാമായിരിക്കും, അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതു മനസ്സ്, വോട്ടർമാരുടെ പൊതുവികാരം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് മതേതര മനസ്സാണ്. ആ മതേതര മനസ്സ് ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു, ശ്രീ നിതിൻ കണിച്ചേരിക്കൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇവിടെ എന്ത് അവകാശവാദങ്ങൾ ഉന്നയിക്കാം, അതിന് അദ്ദേഹത്തിന് അവർക്കല്ല അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷേ അത് 23-ാം തീയതി ഉച്ചവരെ മാത്രമാണെന്നേ ഉള്ളൂ. ഇവിടെ CPM അല്ലെങ്കിൽ LDF വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അവരിപ്പം കുറേ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു മറുകണ്ഠം ചാടിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു ചർച്ചകളും മാധ്യമ വിചാരണകളും ഒക്കെ ഉണ്ടായി എന്നുള്ളതിനപ്പുറത്തേക്ക് വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് CPM അവിടെ നമുക്ക് ചിത്രത്തിലേ ഇല്ല. മാത്രവുമല്ല, ഒരു സ്വന്തമായിട്ട് ചിഹ്നം പോലും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള എന്ത് ബാധ്യതയാണ് അവിടുത്തെ CPMൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്കുണ്ടാവുക? അവിടെ ഈ പറയുന്ന പിന്നെ നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ ചകഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാർട്ടിയിലും കാണാൻ സാധിക്കും. BJPയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. BJPയിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിച്ച കുറേ അധികം ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചത് BJP ആണ് അവിടെ. കാരണം എന്താ വെച്ചാൽ ഏറ്റവും അവസാന നിമിഷം വരെ അവർക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എത്താനായിട്ട് സമയം വൈകിയത്. BJPയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. LDFനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നമ്മൾ അങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് അവരുടെ ഇടയിൽ കാണാൻ സാധിക്കും. ശ്രീ NN കൃഷ്ണദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നേ ദിവസം പുറത്തു വന്നിട്ടുള്ള അദ്ദേഹം അതായത് നമ്മുടെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് NN കൃഷ്ണദാസിനോട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും മറുപടികളും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും ഒരേ മനസ്സോടുകൂടി 100% ഇതാണെന്ന് ഞാൻ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ എല്ലാ പാർട്ടികളിലും ഉള്ളൂ. അത് ഒരു രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ അവിടെ നിന്നോട് അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ അത് ചേലക്കരയിലായാലും വയനാട്ടിലായാലും പാലക്കാടായാലും ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ ഇവരെന്തുകൊണ്ടായി വിവാദം ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? CPM ഒന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊന്നും CPMൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ LDFൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടൊന്നും ചേലക്കരയിലും ഉണ്ടായിട്ടില്ല, ഈ പറയുന്ന പാലക്കാട്ടും ഉണ്ടായിട്ടില്ല. അവർ ഈ ഒരു സ്ഥാനാർത്ഥി മറുകണ്ഠം ചാടി വന്നതിൻ്റെ ആ ഒരു മാധ്യമ ഹൈപ്പിൽ മാത്രം അതിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. പക്ഷേ അതൊരു സ്വന്തമായിട്ടൊരു ചിഹ്നം പോലും കൊടുക്കാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പിന്നെ സ്ഥാനാർത്ഥിയുടെ പത്രസമ്മേളനങ്ങളൊക്കെ ഏത് തരത്തിൽ ആളുകൾ വിലയിരുത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ടുള്ള വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്.
അതിന്റെ ഒരു കോൺഫിഡൻസ് ബൂത്ത് തലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളായാലും ഞങ്ങൾ പ്രചരണ രംഗത്ത് നടത്തേണ്ട പ്രവർത്തനങ്ങളായാലും അത് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. അതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് 5 അക്കം കടക്കുമെന്ന് പറയുന്നത്. ശരി, നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം UDF-നെ സംബന്ധിച്ച് വിട്ടുകളയാൻ കഴിയുന്ന മണ്ഡലവുമല്ല. ഈ ഫൈനൽ കണക്ക്, പോളിംഗ് സംബന്ധിച്ച ഫൈനൽ കണക്ക് ലഭ്യമായിട്ടുണ്ട്. 70.51% കഴിഞ്ഞ തവണ 75.44% അതായത് പോളിംഗ് കണക്ക് ശതമാന കണക്കിൽ പരിശോധിച്ചാൽ 5% കുറവ് വന്നിട്ടുണ്ട്. അതായത് 1,94,706 വോട്ടർമാരിൽ 1,37,302 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 1,42,000 പരം ആളുകൾ, 1,42,104 ആളുകൾ വോട്ട് ചെയ്തിരുന്നു. അന്നേരം ടോട്ടൽ വോട്ട് 1,88,534 ഇത്തവണ വോട്ട് കൂടി, പക്ഷേ പോളിംഗ് ശതമാനം കൂടിയിട്ടില്ല, വോട്ടിംഗ് നമ്പർ കൂടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടും പോളിംഗ് കുറഞ്ഞത് എന്നുള്ളത് സ്വാഭാവികമായ മുന്നണികൾ പരിശോധിക്കട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ ചർച്ച അതിന്റെ അന്തിമഘട്ടത്തിലാണ്. ഇവിടെ വി രാജേഷ്, BJPയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ജയിക്കാൻ ഏറ്റവും പറ്റിയ മണ്ഡലമായിരുന്നു പാലക്കാട്. ഉണ്ടായിരുന്ന നിയമം 2021 നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ ടാസ്ക്കാണ്. ഇതുപോലെ ഒരു സാഹചര്യത്തിലും ഈ മണ്ഡലം ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കേരളത്തിൽ BJPയെ സംബന്ധിച്ച് ഒരു സ്കോപ്പുമില്ല. അതായത് ഈ വളർച്ച ഇവിടെ തട്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ശ്രീധരനെ പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ എല്ലാ മണ്ഡലത്തിലും സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ സാധ്യതകളെ തന്നെ ബാധിക്കില്ലേ അത്? പാലക്കാട് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ താങ്കളുടെ ഈ ചോദ്യത്തിന് ആ ആംഗിൾ പ്രസക്തിയില്ല. പാലക്കാട് ഞങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. 10,000-ൽ കൂടുതൽ വോട്ടിലെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടെ വന്നപ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയാണ്. കാരണം BJPക്ക് ഏറ്റവും ശക്തമായ മേഖലകളിലൊക്കെ നല്ല പോളിംഗ് നടത്തിയിട്ടുണ്ട്. അഭിലാഷ പഞ്ചായത്ത് തിരിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്ന 7:30 മണിക്കുള്ളതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അഭിലാഷ, BJP കേരളത്തിൽ രൂപം കൊണ്ടതിൻ്റെ ചരിത്രത്തിൽ BJPയുടെ ഇത്രത്തോളം ഏറ്റവും നല്ല കാലഘട്ടം ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ 20% വോട്ട് ക്രോസ് ചെയ്തിരിക്കുകയാണ് സാർ. ഞങ്ങൾ ഒരു MP ജയിപ്പിച്ച് 2 കേന്ദ്രമന്ത്രിമാരെ തന്നിരിക്കുകയാണ്. ആ 2 കേന്ദ്രമന്ത്രിമാരെ 4 മാസത്തെ പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് BJP രൂപം കൊണ്ടതിന് ശേഷം ഏറ്റവും നന്നായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പെർഫോമൻസ് കഴിഞ്ഞാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വിജയിക്കും. ഇനി താങ്കൾ ചോദിച്ചു, നിങ്ങൾ പരാജയപ്പെട്ടാൽ അങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ ചിന്തിക്കാമോ? ഈ പാലക്കാട് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ ജയിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ CPM ഒക്കെ അടച്ചുപൂട്ടേണ്ട കാലം എത്രയോ കഴിഞ്ഞു. ഞങ്ങൾ 60 വർഷമായിട്ട് ഒരു അസംബ്ലി പോലും സീറ്റ് പോലും ജയിക്കാതെ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതെ ഞങ്ങൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ഇവിടെ ഈ ജയം കൂടിയാ, പാലക്കാടത്തെ ജയവും തൃശ്ശൂരത്തെ ജയവും കൂടിയാകുമ്പോഴേക്കും ഞങ്ങളിപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 50 മണ്ഡലങ്ങളിൽ LDF-നേക്കാൾ മുൻപിലാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ 50 മണ്ഡലങ്ങൾ LDF-നേക്കാൾ മുമ്പിലാണ്. ഞങ്ങൾ 18-20 മണ്ഡലങ്ങൾ ഞങ്ങൾ ലീഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാലക്കാട് വിജയം കൂടി ആകുമ്പോഴേക്കും 2026 ഞങ്ങളായിരിക്കും കേരള നിയമസഭയിലെ നിർണായക കക്ഷി എന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. ഞാൻ ഈ UDF പറഞ്ഞിട്ട് മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞു, പിന്നെ മുസ്ലിം വിഭാഗം മാത്രമല്ല ആഗ്രഹിക്കുന്ന BJP പരാജയപ്പെടണമെന്ന് ഹിന്ദു സമൂഹത്തിലെയും പലരും. ഞാൻ അങ്ങനെ മുസ്ലിം വിഭാഗം BJP പരാജയപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞില്ല റോജി. അതായത് ഇപ്പം തുടക്കത്തിൽ ഇപ്പം ഞാൻ പാനലിസ്റ്റ് ആണെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ നിങ്ങൾ പറയണതെന്ന്. അത് ശരിയാണ്, അത് താങ്കളുടെ മാത്രമല്ല, ഞാനും അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പം കൃഷ്ണകുമാർ മത്സരിച്ച ഒരു ഘട്ടത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം സമുദായത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന വാർഡിലാണ് കൃഷ്ണകുമാർ മത്സരിച്ച് ജയിച്ചത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് പോലും മുസ്ലിം സമൂഹത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന വാർഡിലാണ്. അദ്ദേഹം ജയിച്ചതിന് ശേഷം 5 വർഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന ഏരിയയിലെ ബൂത്തുകളുടെ ചില ചുമതല ഞാൻ നോക്കിയിരുന്നു. അവിടെ ഒരു പൊതുയോഗം ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു യാക്കര ഭാഗത്ത്. അവിടെ തട്ടമിട്ട ഒരു 4-5 മുസ്ലിം സമുദായത്തിൽപ്പെട്ട ലേഡീസ് അവിടെ വന്നിട്ട് സ്ഥാനാർത്ഥി എത്ര മണിക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, തിരക്കായതുകൊണ്ട് സ്ഥാനാർത്ഥി ഇന്നത്തെ പൊതുയോഗത്തിലൂടെ വരില്ല, സ്ഥാനാർത്ഥി അടുത്ത ദിവസം മാത്രമേ വരുള്ളൂ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ കണ്ട, കാരണം ഞാൻ അവിടെ ആ സ്ഥലത്ത് പ്രസംഗിച്ച ആളാണ്, യാക്കര ഭാഗത്ത് ഞാൻ പ്രസംഗിച്ച ആളാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കൃഷ്ണകുമാർ മുനിസിപ്പൽ കൗൺസിലറായ സമയത്ത്, വൈസ് ചെയർമാനായ സമയത്ത് അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ ഇടപെട്ട് കുറച്ച് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ വന്നാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി. ക്രൈസ്തവ സമുദായം, ഞാൻ പറയട്ടെ അഭിലാഷ്, കംപ്ലീറ്റ് ചെയ്തോളൂ, അവർക്ക് ഒരുപാട് സമയം കൊടുത്തതല്ലേ. ഇപ്പോൾ രാജഗോപാൽ മത്സരിച്ചിരുന്ന സമയത്ത് ഈ തിരുവനന്തപുരത്ത് 4-5 ഭാഗത്തുള്ള ക്രൈസ്തവ സമൂഹം ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന എല്ലാ വാർഡുകളിലും അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിലെ കൗൺസിലറാണ്. എൻ്റെ വാർഡിൽ ക്രൈസ്തവ സമൂഹത്തിന് നല്ല ശതമാനം വോട്ടുള്ള ബൂത്തിൽ എനിക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം സമുദായത്തിലെയും ക്രൈസ്തവ വിഭാഗത്തിലെയും വലിയ വിഭാഗമൊന്നും അല്ലെങ്കിലും ജനങ്ങൾ ഞങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാമല്ലോ,
ഒരു 4500-5000 വോട്ട് വരുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു വിഭാഗം ജനങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് കൃഷ്ണകുമാറിന്റെ വിജയത്തെ കാണുന്നത്. ശരി, എന്തായാലും വഖഫ് വിഷയം നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കുന്നു, നിങ്ങൾ ഭയക്കുന്നു. ശരി, എന്തായാലും നമുക്ക് പെട്ടി പൊട്ടിക്കുന്നതുവരെ കാത്തിരിക്കാൻ 2-3 ദിവസത്തിന്റെ കാത്തിരിപ്പല്ലേ ഉള്ളൂ. അതുവരെ ഉള്ള ചർച്ചകൾക്ക് അത്ര പ്രസക്തിയേ ഉള്ളൂ. 23-ാം തീയതി കാണാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പിരിയാം. വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈമിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.